Yes. Let us start. Okay, Alaga, good morning. Let us start. Good morning. Navya. Let us start. Okay. Okay, Surya. Yes. Okay, Navya. Yes, very good, very good, very good. Yes. Okay, let us start. അപ്പോൾ നമ്മൾ വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 3 ടെൻസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 3 ടെൻസ് വരെ നമ്മൾ സൂചിപ്പിച്ചു. യെസ്. അപ്പൊ ഇന്ന് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളും നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ഒരു ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് വെച്ച് പറയാം. ഐ ഹാവ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കാർ ഉണ്ട്, അത് നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ കാർ. ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അപ്പൊ എന്ത് പറയാം? ഐ ഹാവ് എ ലാപ്ടോപ്പ്. അപ്പൊ നമുക്ക് ഉള്ള ഒരു സാധനത്തെ നമുക്ക് എന്ത് പറയാം? ഹാവ് വെച്ച് പറയാം. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ലാപ്ടോപ്പ്, ഐ ഹാവ് എ കിച്ചൺ, ഐ ഹാവ് എ ഹൗസ്, ഐ ഹാവ് എ ഗാർഡൻ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഉള്ള സാധനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ്. ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഹാവ്. അതിന് വി ഹാവ് ആണെങ്കിൽ ഞങ്ങൾക്കുണ്ട്. യെസ്. ഗായത്രി. ഗായത്രി. അപ്പൊ ഗായത്രിയോടാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഗായത്രിക്ക് ശേഷം മറ്റുള്ളവരോട് വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റൊന്ന് നോക്കുക. ചുറ്റുമൊന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ നിങ്ങളുടെ. യെസ്. അവിടെ ഇരുന്നുകൊണ്ട് ഗായത്രി ഒരു 10 ഐറ്റം. ഐ ഹാവ് എ ബുക്സ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ചേർക്കരുത്. ഐ ഹാവ് ബുക്സ് എന്ന് പറഞ്ഞാൽ മതി. ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ബുക്ക്, ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാവ് എ ടേബിൾ, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഇനി വീട്ടിൽ നിന്നും ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അയൽക്കാരെ കാണുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് ഗുഡ് നൈബർ. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഐ ഹാവ് ഗുഡ് നൈബേഴ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് ബാഡ് നൈബർ. യെസ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. അപ്പോ ഗായത്രി ചെയ്യേണ്ടത്, ഗായത്രി അവിടെ ഇരുന്നുകൊണ്ട് ഗായത്രിക്കുള്ള ഒരു 10 ഐറ്റംസിനെ കണ്ടുപിടിക്കും. ആ മുറിയിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഐറ്റംസ് മതി. ഇനി ഇല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആ കിച്ചൺ വരെയോ വീടിന്റെ ഫ്രണ്ട് വരെയോ ഒന്ന് പോയി നോക്കുക. അപ്പൊ കാണുന്ന കാര്യങ്ങളില്ല. ഇതെല്ലാം അവിടെ ഉള്ളത് മുഴുവൻ മാർക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ്, ഐ ഹാവ് എ പാസ്ബുക്ക്, ഐ ഹാവ് എ ക്രെഡിറ്റ് കാർഡ്. അങ്ങനെ നിങ്ങൾക്കുള്ള ഏതൊരു സംഗതിയെയും നമുക്ക് ആസ് അല്ലെങ്കിൽ ഹാവ് വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ ഗായത്രി, ആർ യു റെഡി? പറഞ്ഞു നോക്കാം സാർ. ഓക്കെ. I have a book. I have a book. Correct. I have pencils.
I I have pets. Okay. I have table. Yes. I have a bed. Yes. I have a sister. Yes. Very good. Have a tree. Yes. I have a bag. Yes. സ്വപ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ലേ ജീവിതത്തെ കുറിച്ച്? I have Yes. I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട് about life, ജീവിതത്തെ കുറിച്ച്. Very good. I have a dog. I have a pet. Okay. I have a dog. I have a umbrella. I have an umbrella. Yes. I have a headset. വെരി ഗുഡ് വെരി ഗുഡ്. 10 11 വെരി ഗുഡ് വെരി ഗുഡ്. കണ്ട, ഇനി ഞാൻ ഗായത്രിക്ക് ഒരു അവസരം കൂടി തരാം. ഗായത്രി ആദ്യം പറഞ്ഞതുകൊണ്ട് ഗായത്രിക്ക് അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെട്ടതിനോട് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ഒരിക്കൽ പറഞ്ഞതുകൊണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുപാടൊന്ന് നോക്കിയിട്ട് നിങ്ങൾ കാണുന്ന സാധനങ്ങളുടെ പേരുകൾ പറയുന്നു. ഓക്കെ. മിഥ്യ. മിഥ്യ. Sir, good morning, sir. യെസ്, വെരി ഗുഡ് മോർണിംഗ്. യെസ്. മിഥ്യ അവിടെ നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ട് പിടിക്കുകയും വെറൈറ്റി ആയിട്ട് പിടിച്ചു. അടുത്തത് ആരും പറയുമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ, ഞാൻ പറയാം ഇത് പറഞ്ഞത്. വേറെ ഒന്നും വേണ്ടല്ലോ, സിമ്പിളായ കാര്യങ്ങളല്ലേ, നമുക്കറിയാവുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഹാവ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇവിടെ പറയാം ഐ ഹാവ് എ റൗണ്ട് ഫേസ്, ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് റെഡ് ലിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. യെസ്, നിങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ. ഓക്കെ വിദ്യ, കണ്ടിന്യൂ. I have a garden. I have a garden. I have finished my homework. I have finished my homework. അത് വേറെ ലെവലാണ്, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. Okay. I have eaten breakfast already. ഓക്കെ ഓക്കെ, അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. I have read book several times. I have read എന്നാക്കാം, റെഡ് ബുക്ക് സ്പെല്ലിംഗ് അത് തന്നെയാണ്, നമുക്ക് റെഡ് എന്നാക്കാം. ഓക്കെ. Okay. I have forgotten my keys at home. യെസ്. ഓക്കെ. I have one brother. I have one brother. Okay. And I have one child. Yes, I have one child. Then I have a car. I have a car. I have my own house. I have my own house. Very good. Then I have my mother only. Yes. കഴിഞ്ഞില്ലേ സർ? Okay, very good, very good. Okay, വിദ്യ, കുഴപ്പമില്ല കുഴപ്പമില്ല, നന്നായിട്ട് പറഞ്ഞു. Okay, very good, very good. Okay. Thank you, Okay, sir. okay. Okay. Yes. ഇനി ആഷ്മിൻ ആന്റണി. ആഷ്മിൻ. ആഷ്മിൻ ആന്റണി. Ashmin. Yes. Okay. ഇനി ആർക്കെങ്കിലും പറയാമെന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പറയട്ടെ. Yes, Ashmin, are you ready? Ashmin Anthony. I have what? Yes. Ashmin വരുമെന്ന് വിചാരിക്കുക. Yes. Surya. 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 Allu. Yes. Alaga MS. Alaga. Alaga. Good morning, sir. Yes, good morning. Alaga, I have. Yeah. I have finished my work. Okay.
I have completed my projects. Yes. We have a lot of friends. Yes. I have a pen. Yes. We have eaten breakfast already. Okay. We have prepared lunch. Yes. I have to get a good job for my future. Yes. I have to secure a good job. I have a sibling. Yes. We have to help our friends. Yes. I have to do my own work. Yes. I have to help our parents. Oh, very good. Okay, Anaga, very good. Yes. Very good. Yes. In Bhakta Priya. I have വെച്ച് മാറി നിൽക്കാതെ നിങ്ങളൊന്ന് പറയുക ഐ ഹാവ്. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം കിട്ടിക്കണം. എന്താണ് നിങ്ങൾക്കുള്ളത്? ഐ ഹാവ്. വാട്ട് ഐ ഹാവ്? യെസ്. ഭക്തപ്രിയ. യെസ്. ആഷ്മി, ആർ യു റെഡി? ആഷ്മിൻ ആന്റണി. യെസ്. Good morning, sir. യെസ്. ഭക്തപ്രിയ പറഞ്ഞോളൂ. ഭക്തപ്രിയ. ഐ ഹാവ് വെച്ചൊരു 10 വാചകം കൂടെ പറയണം. ഐ ഹാവ് അവിടെ നിന്നുകൊണ്ട് വീടിന് മുന്നിൽ നിന്നുകൊണ്ട് ചുറ്റുപാട് നോക്കുമ്പോൾ ഭക്തപ്രിയ കാണുന്ന സാധനങ്ങളുടെ പേര് പറഞ്ഞാൽ കറക്റ്റ് ആയി. I have a beautiful garden. Yes, I have a beautiful garden. Very good. Oh. Beautiful puppy. Beautiful puppy. Okay. I have played soccer. Yes. I have studied English a lot. Yes. I have fun doing this. Yes. I have caught many criminals over the years. Yes. I have a computer. Yes. We don't have a lab. Yes. My friends have helped me a lot. Yes. അപ്പൊ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞേ. എന്താണ്? എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞേ. I have lot of എന്താണ്? friends. I have a lot of friends. Okay. അതില്ലേ? I have a lot of കുഴപ്പമില്ല. ഓക്കെ. അപ്പോ എന്താണ് നമുക്കുള്ളത് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ. വൈസായി. Yes, sir. പറഞ്ഞോളൂ. ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ട്. ഐ ഹാവ് കാർ, ഐ ഹാവ് നിങ്ങൾക്കുള്ള സംഗതികൾ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന പൈസയായി കാണുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. I have a pet. I have a pet. Okay. I have a scooter. I have a scooter. I have a book. I have a book. I have a beautiful garden. I have a beautiful garden. I have lots of friends. I have a lot of friends. Okay. And I have mom and dad. Yes. I have 2 children. അപ്പൊ രണ്ടെണ്ണമില്ല. അപ്പൊ 2 children എന്ന് പറയും. ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു കുട്ടി, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ children. I have 2 children. Friends. പിന്നെ ഞാൻ വിചാരിച്ചോണ്ട് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരും അത് പറഞ്ഞില്ല. യെസ്. ഓക്കെ, ഞാൻ പറയാം. ലാസ്റ്റ് ആവുമ്പോൾ പറയാൻ വിചാരിച്ചതാണ്. Okay, very good. Okay, by side, very good. Ashwin Anthony. Yes, sir.
ഓക്കെ നേരത്തെ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ അത് ലാപ്ടോപ്പിൽ കഴിഞ്ഞതാണ്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ആശ്വിൻ ആന്റണി പറയൂ. ഐ ഹാവ് വെച്ചിട്ട് നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഹാവിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നമ്മൾ പഠിക്കാൻ ഐ ഹാവ് പറഞ്ഞോളൂ. I have a laptop in front of me. ഓക്കെ I have a table which contains books and necessary items to attend the class. വെരി ഗുഡ്. I have a bottle of water in front of me. വെരി ഗുഡ് വെരി ഗുഡ്. I have a garden in front of my house. ഓക്കെ It have many white roses in. ഓക്കെ I have a pet dog. യെസ്. And 7 ആയിട്ടുണ്ട്. നീ എന്തെങ്കിലും ഒരു 3 കൂടി പറയാ. നമുക്കുള്ള ഡ്രസ് ഒക്കെ പറയാലോ. I have the skill of writing. Very good. I have the skill of writing. Okay. I have the. Yes. I have to pen. I have a pen to write my notes. Yes. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നല്ല ഡ്രീംസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നല്ല ഡിസിഷൻ ഉണ്ടാവില്ലേ, അതൊക്കെ പറഞ്ഞോ. I have a dream to become a good student in this class. Okay, I have a dream to become a good student in the class. ഉദ്ദേശിച്ചത് I have the dream to secure a job എന്നുള്ളതായിരിക്കും അല്ലേ? അല്ല, ഈ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു തന്നെയാണ്. ഓക്കെ ഞാൻ വിചാരിച്ചു അത് ചെയ്യാം, പിന്നെ ഒരു ജോലി സമ്പാദിക്കുക. ഓക്കെ വെരി ഗുഡ്. I have a little sister. Yes, very good. Okay, very good. Okay, Ashwin Anthony, very good. Okay. അപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതാണ് ഐ ഹാവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. അനഘ ദേവദാസ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ ഹാവ് എന്നുള്ള ഉപയോഗത്തെ കുറിച്ചായിരുന്നു. ഹാവ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്കുള്ളത് ആ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അനഘ യെസ്. പ്രിയങ്ക യെസ്. ഗുഡ് മോർണിംഗ് സർ. പറഞ്ഞോളൂ പ്രിയങ്ക. ഹലോ. യെസ്, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ സാർ? ഇപ്പൊ കേൾക്കാവോ? I have a sewing machine. I have a stitching machine. Okay. Stitching machine. I have a 2 children. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ നമുക്ക് ചെറിയൊരു തിരുത്ത് വരുത്താം. ഒരു കുട്ടി ഉള്ളെങ്കിൽ എ പറയാം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും ഒരു I have 2 children. എ പറയാം. ഒരെണ്ണുണ്ടെങ്കിൽ മാത്രം എ പറയാം. Yes. I have a beautiful garden. Yes. I have a car. Yes. I have a driving license. Yes. Okay. I have a books. Yes. Our books ഇല്ല. അപ്പൊ I have books എന്ന് പറഞ്ഞാൽ ഏകളെ. I have books. Okay. I have finished my kitchen work. Yes. I have a dining table.
യെസ്, ഐ ഹാവ് എ ടൈം ടേബിൾ. ആരും പറയാത്തൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, have a fridge. ഐ ഹാവ് എ ഫ്രിഡ്ജ്. ഓക്കെ, I have a pet. ഐ ഹാവ് എ പെറ്റ്. വൺ മോർ. 9 ആയിട്ടുണ്ട്. I have a sofa set. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രിയങ്ക അവിടെ നിന്ന് നോക്കുമ്പോ എന്തൊക്കെ സംഗതികളാണ് പറയുന്നത് അതൊക്കെയാണ് പ്രിയങ്ക കൃത്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ പ്രിയങ്ക, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്, എനിക്കുണ്ട്, വി ഹാവ് ഞങ്ങൾക്കുണ്ട്, ദേ ഹാവ് അവർക്കുണ്ട്. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് സംഗതിയാണോ ഉള്ളത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതാണ് ഹാവ് എന്ന് പറയുന്ന വെർബിന്റെ ഉപയോഗം. ഈ ഹാവ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ഉപയോഗിക്കും. അത് ഇവിടെയല്ല, അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാം. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഒന്ന് രണ്ട് പേര് അവിടെ അറിയാണ്ടാണെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണക്കൊക്കെ പറഞ്ഞപ്പോൾ ആ വെർബ് ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹാവിന്റെ ഉപയോഗമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ആരെങ്കിലും ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ് എന്ന് പറയുമെന്ന് വിചാരിച്ചു. ഒരാള് ഐ ഹാവ് ക്യൂട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ അത് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഹാവ് എന്നുള്ളതിന്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓക്കെ, യൂസ് ഓഫ് ഹാവ്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഹാവ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ടെൻസ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും, ഈ 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഹാബിച്വലായിട്ട് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എടുക്കുക എന്ന് പറയുന്നൊരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എടുക്കാറുണ്ട് എന്നർത്ഥം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എടുത്തു എന്നാണ് അർത്ഥം, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എടുക്കും എന്നാണ് അർത്ഥം. എടുക്കാറുണ്ട്, എടുത്തു, എടുക്കും. ഇനി അതൊരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എടുക്കാറില്ല എന്നാണ് അർത്ഥം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എടുത്തിട്ടില്ല എന്നാണ് അർത്ഥം വരിക, സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിൽ എടുക്കില്ല എന്നർത്ഥം വരും. ഓക്കെ, ഇനി അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ടേക്ക് എന്ന് പറയുന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാറുണ്ടോ എന്നർത്ഥം വരും, സിമ്പിൾ പാസ്റ്റിലാവുമ്പോൾ എടുത്തോ എന്നർത്ഥം വരും, ഇനി സിമ്പിൾ ഫ്യൂച്ചറിലാവുമ്പോൾ എടുക്കുമോ എന്നർത്ഥം വരും. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി പറഞ്ഞുകൊണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് 1-2 ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് നമ്മൾ ആകെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. യെസ്, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ല, മറിച്ച് ഇംഗ്ലീഷിലെ ചില പ്രോവർബുകൾ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സേയിങ്സിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള 1-2 കാര്യങ്ങളാണ്. അപ്പൊ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണോ അതായിരിക്കും എന്റെ ആൻസർ. അധികം ചിന്തിക്കാൻ പോകണ്ട. ആദ്യം വരുന്നത് എന്താണോ ദാറ്റ് വിൽ ബി ദി ആൻസർ. അതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഒരു ഡാഷ് ആണത്. അത് ചോദ്യം ഇതാണ്: എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ്. എ പിക്ചർ ഈസ് വർത്ത്, WORTH. എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ്. A picture is worth a dash. ആർക്കെങ്കിലും? A picture is worth a dash.
ഏതാണ് ഉദ്ദേശിച്ചത് അളക? എന്താ ഉദ്ദേശിച്ച അളക? ഇവിടെ കിട്ടിയില്ല. എ പിക്ചർ, PICT. ഓക്കെ 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 ഓക്കെ. ചോദ്യം ഇതാണ്, എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ്. ആ ഡാഷ് ഇട്ട് സ്ഥലത്ത് പൂരിപ്പിക്കണം. എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ്. അപ്പൊ ആരും പൂരിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ പൂരിപ്പിക്കാം. ഞാൻ അതിന്റെ ആൻസർ പറയാം. ഇത് ഒരു സെയിങ്സ് ആണ്. എ പിക്ചർ ഈസ് വർത്ത് എ 1000 വേർഡ്സ്. അതാണ് അതിന്റെ ഫുള്ള്. ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 വാക്കുകൾക്ക് തുല്യമാണ്. 1000 വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ട ഒരു കാര്യം വേണമെങ്കിൽ ഒരു ചിത്രം ഉപയോഗിച്ച് നമുക്ക് പറയാം. സ്കൂളിന്റെ അരികത്ത് റോഡ് സൈഡില് PWയുടെ ഒരു ബോർഡ് കാണാൻ ചിലപ്പോൾ ഒരു കുട്ടി ഒരു ബാഗുമായിട്ട് പോകുന്നതാണ്. ആ ഒരൊറ്റ പിക്ചർ കാണുമ്പോൾ തന്നെ ഡ്രൈവർക്ക് മനസ്സിലാവും തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്, അവിടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് പഠിക്കുന്നത്. കുട്ടികൾ റോഡിന് വട്ടം ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാവൂ. ഇതാണ് അതിന്റെ സിമ്പിൾ. യെസ്. അപ്പൊ എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. എവരി ക്ലൗഡ് has a dash. Every cloud has a dash. Okay, Gayatri, correct answer. Gayatri, Alaga. Gayatri, കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം ഇതായിരുന്നു, എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. ആ ഡാഷിന്റെ സ്ഥലത്ത് സിൽവർ ലൈനിങ് ഇതാണ്. അതായത് നമ്മൾ മഴക്കാലമുള്ള സമയത്ത് മേഘങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കറുത്ത മേഘത്തിന്റെ ഇടയിൽ ഒരു വെള്ളി വര പോലെ കാണാം. അപ്പൊ അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതാണ് എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും എവിടെയും ഒരു പ്രതീക്ഷയ്ക്കുമൊക്കെയുണ്ട് എന്നുള്ളതാണ് ആ സിൽവർ ലൈനിങ് എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ്, SAFE, സേഫ് ദാൻ ഡാഷ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. It is better to be safe, SAFE, than dash. Gayatri, Alaga. Yes. Very good, very good. Correct answer ആണ് കേട്ടോ. അതായത് സോറി, എന്റെ ആൻസർ അതാണ് സോറി. യെസ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സോറി എന്ന് മനസ്സിലാവുന്നത്? അതായത് ഈ സോറി, നിങ്ങൾ നമ്മളോട് വേറെ ആരെങ്കിലും വന്നൊരു സോറി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടോ? അവരെ തെറ്റ് മനസ്സിലായി, അതുകൊണ്ട് അവൻ സോറി പറഞ്ഞു. അപ്പൊ സോറി കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. യെസ്. ഇനി നിങ്ങൾ ഒരു രോഗിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആ രോഗിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു സോറി. ആ സോറി നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സോറിയാണ്. ആ സോറിയുടെ അർത്ഥം എന്താണ്? ആള് മരിച്ചുപോയി എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ടു ബി സേഫ്, എപ്പോഴും സേഫ് ആയിരിക്കും. ദാറ്റ് ഈസ് സോറി. സോറി എന്ന് പറയുന്ന വാക്ക് പറയിപ്പിക്കാതെ എപ്പോഴും എന്തായിരിക്കുക? സേഫ് ആയിരിക്കുക. സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. അടുത്തത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്, അറിയാൻ പറ്റും ഒരു പക്ഷേ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. Necessity is the mother of dash. Gayatri, Alaga. Correct ആണ്. രണ്ടുപേരും ഉള്ളല്ലേ നമുക്ക്? യെസ്.
നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യമാണ്. അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മൾ പലതും കണ്ടുപിടിക്കുന്നതാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അടുത്തത് പ്രാക്ടീസ് മേക്സ് ഡാഷ്. പ്രാക്ടീസ് മേക്സ് ഡാഷ്. അളക ആൻഡ് ഗായത്രി കറക്റ്റ് ആണ്. ആൻഡ് അശ്വിൻ ശരിയാണ്. അശ്വിൻ ഓക്കെ. വയസ്സായി. ഓക്കെ. അപ്പോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ പ്രിയങ്ക. ഓക്കെ 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 കറക്റ്റ് ആണ്. അടുത്തത് ചോദ്യം ഇതാണ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്. CHICKENS. Don't count your chickens before dash. Don't count your chickens before dash. Gayatri, Ashwin. Okay. അപ്പൊ ഗായത്രി ഉണ്ട്, അശ്വിൻ ഉണ്ട്, രണ്ടുപേരെ കൂടുതലാണ് കേട്ടോ. യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 3 പേരാണ് നമ്മൾ ആദ്യം പറയുന്നത്. 3 പേരാണ്. അപ്പൊ അളവ് കൊടുക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് പറയാം ഡോണ്ട്. ഓക്കെ പ്രിയങ്ക. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് എണ്ണി നോക്കരുത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്നത്. കുറച്ച് കോഴിയുണ്ട്. 13 സ്വപ്നം കാണുന്നു. ഈ കോഴികളെല്ലാം മുട്ടയിട്ട് അതിനെല്ലാം അടവെച്ച് അത് വിരിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങൾ വലുതായി. ആദ്യത്തെ കോഴിയും ആ വിരിഞ്ഞ കോഴിയും അത് മുട്ടയിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ വലുതായി. അത് അടവെച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ വലുതായി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കാശ്, മുട്ടകളുടെ എണ്ണം, അങ്ങനെ നമ്മൾ ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമില്ലേ ഇത് കുറെ കാണരുതെന്നാണ് പറയുന്നത്. അടുത്തത് ആബ്സെൻസ് മേക്സ് the heart HEART grow dash. Absence makes the heart grow dash. Absence. Very good, Gayatri. Alaga. And Priyanka. ഓക്കെ. ഫോണ്ടറാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഒരുപക്ഷെ നിങ്ങളൊക്കെ അനുഭവിച്ചു കാണും. നമുക്ക് ആരോടെങ്കിലും കുറച്ച് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാതിരിക്കുമ്പോഴാണ് എത്രമാത്രം നമ്മൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. കാണാതിരിക്കും. ആബ്സെൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അടുത്തത് ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. Curiosity killed dash. ഇതൊരു saying ആണ്. Curiosity killed dash. Curiosity killed dash. Yes, Prema. Curiosity killed. Anju. Curiosity killed dash. It's a correct answer. Alaga and Gayatri. മിഥ്യവിന് പെടുത്താൻ കാരണം 3 പേരെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. അപ്പൊ മിഥ്യവിന് പെടുത്താൻ ക്യാറ്റ് ആണ്. വെരി ഗുഡ്, വെരി. ക്യൂരിയോസിറ്റി killed the cat. Yes. അടുത്തത് വളരെ സിമ്പിൾ ആണ്. Every dog has a dash. Every dog has a. Gayatri, Mithya, Priyanka. Gayatri, Mithya
ആൻഡ് പ്രിയങ്ക. വെരി ഗുഡ്. അളക വൈസായി കറക്റ്റ് ആണ്. എവരി ഡോഗ് ഹാസ് എ ഡേ. അത് നമ്മൾ പല ആളുകളെയും വെല്ലുവിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എനിക്കുണ്ടാകും ഒരു ദിവസം എന്ന് പറയുന്നത്. അടുത്തത്, ഗുഡ് തിങ്സ് കം to those THOUS. I will repeat. Good things comes to those dash. Good things comes to those yes Gayatri. Alaga Priyanka. Okay, Vaisai. That's the answer. Who wait? Good things, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ക്ഷമയോടുകൂടി കാത്ത് നിൽക്കുന്നവർക്കാണ് നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. The grass is always greener dash. The grass is always greener dash. Alaga, Gayatri. Alaga and Gayatri. Okay. Vaisai. 3 പേരില് Vaisai കൂടി വന്നു കേട്ടോ. അപ്പൊ നമുക്ക് പറയാം അതെന്താണത്? ഓൺ ദ അതർ സൈഡ് ആണ്. നമ്മൾ അക്കരെ പച്ച എന്ന് പറയും. ഇവിടെ നോക്കുമ്പോ അപ്പുറത്ത് പച്ചയാണെന്ന് തോന്നും, പുഴയുടെ അപ്പുറത്ത്. അവിടെ നോക്കുമ്പോ ഇവിടെ പച്ചയാണെന്ന് തോന്നും. യെസ്, അതാണ് അക്കരെ പച്ച. യെസ്. അടുത്തത്, ക്ലീൻലിനെസ്. CLEANLINESS. Cleanliness is next to dash. Is next to dash. Clean പോകുന്നില്ല, ഒരു മിനിറ്റ്. അളക, ഗായത്രി, Vaisai. Alaga, Gayatri, Vaisai. ഒറ്റ മിനിറ്റ്. യെസ്, അതിന് മാർക്ക് രേഖപ്പെടുത്തിയാന്ന് വിചാരിക്കുന്നു. അടുത്തത്, don't bite, BIT, bite the hand dash. Alaga, Gayatri, Priyanka. Alaga, Gayatri, and Priyanka. Yes, very simple. അപ്പൊ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്ന ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ കുറച്ച് ചോദിച്ചപ്പോ കറക്റ്റായിട്ട് ആൻസർ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നടന്നിരിക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും ഒക്കെ അത് ഉപകാരത്തിന് കൊള്ളും. അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ മാർക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് പറയാം. ആശ്വിന് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, മിത്തിക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, വൈസായിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്,
യെസ്. ഇനി പ്രിയങ്കയ്ക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അളകക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 10 പോയിന്റ്. ഗായത്രിക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയേക്കുന്നത്, 12 പോയിന്റ് ഗായത്രിക്ക് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് ഗായത്രി കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. All questions are connected with ദീപാവലി or ദിവാലി. ദിവാലി അല്ലെങ്കിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ ആൻസറാണ് നിങ്ങൾ പറയേണ്ടത്. ദിവാലിയുമായി ബന്ധപ്പെട്ട. യെസ്. ചോദ്യം ഇതായിരുന്നു. What is the meaning of the word Diwali? What is the meaning of the word Diwali? What is the meaning of the word Diwali? ഗായത്രി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് അശ്വിൻ ലൈൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോ അശ്വിൻ പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അശ്വിൻ പറഞ്ഞ കറക്റ്റ് ആൻസർ ലൈൻ ഓഫ് ലൈറ്റ്. അതിന് വേറൊരു പേര്, ലൈൻ എന്നുള്ള പേര് റോ, ROW, റോ ഓഫ് ലൈറ്റ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോ ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ റോ ഓഫ് ലൈറ്റ് എന്നാണ്. ഏതാണ്ട് ആ ഉത്തരത്തിനോട് അരികത്ത് വന്നത് അശ്വിൻ ആയതുകൊണ്ട് അശ്വിന് ഞാനൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which language does the word Deepavali come from? Which language does the word Deepavali come from? Gayatri, Alaga. Alaga, Faisal. Gayatri, Alaga, and Faisal. Correct answer ആണ്. The word is originated from Sanskrit. സംസ്കൃതത്തിൽ നിന്നാണ് ആ വേർഡ് വന്നത്. ഓക്കെ. അടുത്തത്. What is the theme, THEME, theme of the festival Deepavali or Diwali? What is the theme of the festival Diwali? What is the theme of the festival Diwali? കറക്റ്റ് ആൻസർ ഗായത്രിയുടെ വന്നിട്ടുള്ളത്. അപ്പൊ ഗായത്രിക്ക് ഞാൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് the victory of light over darkness. The victory of light over darkness. അത് ഗായത്രിയാണ് പറഞ്ഞത്. ഗായത്രിക്കാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. Yet. Next question. What are the lamps, LAMPs, വിളക്കുകൾ? What are the lamps that we light during Diwali called dash? അല്ലെങ്കിൽ name the lamp that we light during Diwali is called dash.
Okay, Gayatri. Gayatri, Ashwin, Faisal. Gayatri, Ashwin, and Faisal. Correct answer. Okay, Alaga. Dia. Dia is the Dia. Very good, very good. Yes, now we are still doing the Okay, okay, okay. Okay, അടുത്ത ആൻസർ ഞാൻ തന്നെ പറയാം. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾ അതിനകത്ത് ഉത്തരം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. When is Diwali celebrated? When is Deepavali or Diwali celebrated? രണ്ട് ആൻസർ ഉണ്ട്. Full moon night, new moon night. ഏതാണ് കറക്റ്റ് ആൻസർ പറയുന്നത്? Full moon night, new moon night. Full moon night, new moonlight. എപ്പോഴാണ് ദീപാവലി ആഘോഷിക്കുന്നത്? ഗായത്രി, അളക, മിഥ്യ. ഗായത്രി, അളക, മിഥ്യ. ആൻസർ കറക്റ്റ് ആണ്. ന്യൂ മൂൺലൈറ്റ്. ന്യൂ മൂൺലൈറ്റ്. അടുത്ത ചോദ്യം. പീപ്പിൾ ഡെക്കറേറ്റ് DECORATE. People decorate their houses with patterns of colors. During Deepavali, people decorate their houses with the patterns of colors. What is it called? Mithya, Paisai, Gayatri. Mithya, Paisai, Gayatri. Okay, that answer is Rangoli. Rangoli. Correct answer. അടുത്ത ചോദ്യം ഇതാണ്. How many days is Deepavali celebrated? How many days is Diwali celebrated? Gayatri, Alaga, Paisai. Gayatri, Alaga, and Paisai. It is celebrated 5 days. 5 days. Arzu. What is the common fruit? What is the common what is a common sweet? A sweet distributed in Diwali. What is the common sweet distributed in Diwali? What is the common? Mithya, Paisai, Gayatri. Mithya, Paisai, and Gayatri. Laddu. Okay, okay, okay. Laddu is the common sweet distributed in Diwali. Answer. In which part of India? In which part of India Diwali is celebrated as Kali Puja? In which part of India Diwali is celebrated as Kali Puja?
In which part of India does Diwali celebrate as Kali Puja? Alaga, Gayatri. Alaga, Gayatri. Alaga and Gayatri. West Bengaliലാണ് കാളിപൂജ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വെസ്റ്റ് ബംഗാൾ. അടുത്തത്. What do the families often buy, buy, often buy to symbolize prosperity? To symbolize prosperity. During Diwali times, what do the people buy to symbolize prosperity? ഒരു ലോഹമാണ്. ഒരു ലോഹം. It is a metal. What do families often buy to symbolize prosperity? Mithya is correct answer. Mithya, Gayatri, Vaisai. Mithya, Gayatri, and Vaisai. The answer is gold. Gold ആണ് ആ സമയത്ത് വാങ്ങുന്ന സംഗതി. അടുത്ത ദിവസം. Last question. What is the oil traditionally used in diyas? What is the oil traditionally used in diyas? What is the oil traditionally used in diyas? ഈ അല്ല, അല്ലാതെ വേറൊരു പേരുണ്ട്. ഗായത്രി. Gayatri is a correct answer. കടികണ്ട എന്ന് പറയില്ലേ? Mustard oil. Yes. Okay. Mustard oil. Okay. അപ്പോ ഞാൻ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ ഞാൻ വായിക്കാം. അശ്വിൻ ആന്റണിക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മിത്യക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അളകക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. വൈസായിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഗായത്രിക്ക് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ്. ഓക്കെ. അപ്പോ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഹാവ് എന്ന് പറയുന്ന വേർഡിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിന് മാറി നിൽക്കരുത്. അത് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അത് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് we will meet in the next class. Okay.